അങ്ങനെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടത് വിൻ്റർ വണ്ടർലാൻഡിൽ വന്നിട്ട് ഹൗസ് ഓഫ് ഈവിളിൻ്റെ ടിക്കറ്റ് എടുക്കുന്നിട വരെയാണ്. അങ്ങനെ ഇത് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൗസ് ഓഫ് ഈവിളിൻ്റെ എൻട്രൻസ് കടന്ന് അകത്തോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങളെ ഈ ഒരു ഗൈഡ് ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഞങ്ങൾ കയറിയ സമയത്ത് വന്നിരുന്നില്ല. അങ്ങനെ ഒരു ഗേറ്റ് ഉണ്ട്. അങ്ങനെ ഗേറ്റും കടന്ന് ഒരു മെയിൻ ഡോറിൻ്റെ അടുത്തോട്ടാണ് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹൗസ് ഓഫ് ഈവിളിൻ്റെ ഫ്രണ്ട് ഭാഗമെല്ലാം അത്ര മനോഹരമായിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മെയിൻ ഡോറ് കടന്ന് ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചു. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ പറയുന്നതിനേക്കാളും നല്ലത് അത് കാണുന്നത് തന്നെയാണ്. ജമ്പോ പേടിച്ച് ചത്ത് 8 കടി കൊടുത്ത് ഞാൻ വരെ കൂടെ വരുന്നു. ചെറിയല്ലാതെ ഓർത്ത് കയറിപ്പോയത്. എൻ്റെ പോൻ്റെ കിളി പോയി. എൻ്റെ പോന്നോ കുറച്ച് വെള്ളം കിട്ടുമോ? ഓ ഇവനാണെങ്കിൽ മലയാളം പറഞ്ഞോളൂ. എൻ്റെ പൊന്നെ ഓടി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത്തിരി പേടിച്ച് പോയി കേട്ടോ. എക്സ്പീരിയൻസ് scary and I almost died. എട്ട് കടി പോയാലെൻ്റെ എൻ്റെ പൊന്നെ കണ്ണിക്കൂടെ വെള്ളം വന്നു. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയി പോയത്. ഒരു പൊളി സാധനം പൊളി. അയ്യാ അവർ നമ്മളെ വെട്ടുകയും കുത്തുകയൊന്നും ഇല്ലെന്നറിയാം, എന്നാലും കിളി പോവും. അമ്മാതിരി സാധനമാണ്. ഏതായാലും കാശ് മുടക്കിയത് ലാഭമായി, പൊളിച്ചു. ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ കിടന്ന് കാറായിരുന്നാൽ മതി. ഞാനിവന് സെയിം റൂമിലും കൂടെ. എൻ്റെ പൊന്നെ
പഠിക്കണ്ട. നാളെ ഞങ്ങൾ രണ്ടുപേരും ഓഫാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കാരണം കാറിയാലും കുഴപ്പമില്ല. അയ്യോ, ഇനി ഇവിടെ നേരം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി വേറെ എങ്ങോട്ടേലും പോകുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നും ഉള്ളത്, പകുതി വെച്ച് എക്സിറ്റ് കണ്ടപ്പോൾ ചാടി ഇറങ്ങി പോയതാണ്. തീർന്നിട്ടില്ലായിരുന്നു, ഇനി കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇനി നിന്ന പ്രശ്നമാകുന്ന ഓർത്തുകൊണ്ട് കണ്ട ഒരു എക്സിറ്റ് വഴി ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോരോ എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഒത്തിരി പെട്ടെന്ന് പേടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വെളിയിലോട്ട് പോകാൻ വേണ്ടി അത്യാവശ്യം എല്ലാ ഏരിയയിലും എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. നിങ്ങൾക്ക് വീഡിയോ ശരിയായി കാണാമെന്ന് അറിയത്തില്ല, മൊത്തം ഇരുട്ടല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും കണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ലാസ്റ്റ് ഏകദേശം ഒന്ന് തീരാറായെന്ന് തോന്നുന്നു. എന്നാലും കുറേ ഉണ്ടായിരുന്നു. കണ്ട ഒരു എക്സിറ്റ് വഴി ഇവൻ ചാടിയപ്പോഴത്തേക്ക് ഞാനങ്ങ് കൂടെ ചാടിപ്പോയതാണ്. ഏതായാലും പൊളി. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെയാണ് അതിൻ്റെ അപ്പോൾ നമ്മളിവിടെ നിന്നാണ് ചാടിയത്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിൻ്റെ എക്സിറ്റ് വരുന്നത്, അതായത് എല്ലാം കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് ഇതാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചാടുകയും ചെയ്തു. ഏതായാലും കുഴപ്പമില്ല, ഒരു ശകലം ഭാഗം മാത്രമേ നമ്മൾ മിസ് ചെയ്തുള്ളൂ, അത് പ്രശ്നമില്ല. ഏതായാലും നമുക്ക് അടുത്ത റൈഡിലോട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ മുതിർന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ള റൈഡുകളാണ് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫൺ ഹൗസൊക്കെ കാണാൻ അതിമനോഹരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ് എടുത്ത് ഇതിൻ്റെ അകത്തൂടെയൊക്കെ കയറിപ്പോയി നമുക്ക് ഇത് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് റൈഡ് കയറുന്നതിൻ്റെ ചോദിച്ചു. അപ്പോൾ ആദ്യമേ ചോദിച്ചതിന് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നാണ്. പിന്നെ ഇവിടെ റൈഡിന് റേറ്റ് വരുന്നത് 2.5 KD ആണ്. അപ്പോൾ ഞാൻ പാർക്കിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു റൈഡെ മാത്രമേ ഞാൻ ഇതിനായിട്ടും കയറിയിട്ടില്ല. പിന്നെ അവിടെ ഉള്ളൊരു റൈഡ് ഞാൻ നോക്കിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 റൈഡ് കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി. അങ്ങനെ റൈഡ് കഴിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ചെസ്റ്റ് ക്യാമറ മാത്രമേ അലൗഡ് ആവത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏതായാലും പൊളിയായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 11 മണിയാകുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ പിന്നെ ഇരുന്ന് റെസ്റ്റാണ്. അപ്പോൾ ഒരു റൈഡ് കഴിഞ്ഞിട്ട് പുള്ളി ആദ്യമായിട്ട് കയറുക. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇനി എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കുടിക്കണം. കുറച്ച് നേരമായി വെള്ളമൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും മേടിച്ച് കുടിക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നത് പിസ്സ ഹട്ടും അതേപോലെയുള്ള ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളാണ്. അങ്ങനെ നമ്മൾ മേടിച്ചത് 2 കോൾഡ് കോഫിയാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കുടിച്ച് ഇവിടെ ഇരിക്കാമെന്ന് വെച്ച്. അപ്പോൾ അടുത്ത വേറൊരു റൈഡും കൂടെ നോക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെയും വീഡിയോ അലോഡല്ല, ഇവിടെ സേഫ്റ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെസ്റ്റിൽ എന്തെങ്കിലും ബെൽറ്റ് വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോണും അലോഡല്ല, പേഴ്സ് അലോഡല്ല, ഗ്ലാസ് പോലും അലോഡല്ല. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ റൈഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു റൈഡ് കയറുവാണെങ്കിൽ തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പം എങ്ങനെ എൻട്രി ചെയ്യാമെന്നും കൂടെ ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ വന്നത് ഡയറക്റ്റ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് ഇതിനകത്ത് കയറാനായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് TC എന്നൊരു ആപ്ലിക്കേഷൻ, ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വേണം ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ. പിന്നെ ഇതിനകത്ത് കാണുന്ന ഈ എല്ലാ റൈഡുകളും കയറാനും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ ഇവിടെ ഡയറക്റ്റ് പേയ്മെൻറ്റോ ഒന്നും സ്വീകരിക്കുകയില്ല. ഇതിൽ കറങ്ങി വന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു ഷോപ്പ്. ഇത് ഷോപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് പവർ ബാങ്കാണിത്. അപ്പോൾ നമുക്കിവിടെ പേ ചെയ്ത് നമുക്ക് പവർ ബാങ്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ ഈ ഒരു സ്ഥലം വരുന്നത് മൊത്തം ഷോപ്പുകളാണ്. അതായത് കഫേകളും അതേപോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന ഷോപ്പുകളൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് നേരം കൂടെ ചിലവഴിക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു ക്ലോസിംഗ് സമയമായിട്ടുണ്ട്. നമ്മൾ വന്നതാണേലും ഇവിടെ താമസിച്ചാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അധികം സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ കിട്ടിയില്ല. ഇപ്പോൾ സമയം ഒരു 11:50 ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം.